കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ അവരുടെ സംരക്ഷണത്തിലാണ്, കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ സംരക്ഷണത്തിലാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തകളും വസ്തുതകളുമൊക്കെ കേട്ട് ഞാൻ എത്തിച്ചേരുന്ന നിഗമനം അതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. നടപടിയെടുത്തു, വേറെന്താ അവർക്ക് മുഖം രക്ഷിക്കാൻ വഴി? അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ പുറത്തിറങ്ങാൻ കോൺഗ്രസ് വനിതകൾ സമ്മതിക്കുമോ? ഈ KPCC അധ്യക്ഷനെ പുറത്തിറങ്ങാൻ കോൺഗ്രസ് വനിതകൾ സമ്മതിക്കും? അതിവിടെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ജീർണിച്ച ഒരു കാര്യമല്ലേ? കോൺഗ്രസിൻ്റെ മുഖമല്ലേ ഇത്? ഞങ്ങളെ എതിർക്കുന്നവരുടെ മുഖമൊന്ന് ജനങ്ങൾ കാണട്ടെ. അത് ജനങ്ങൾ കാണണം. ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ഞങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ വികൃതമായ മുഖവും ഒന്ന് ജനങ്ങൾ കാണട്ടെ. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നതിനെ സ്വർണ്ണക്കൊള്ള പോലെയുള്ളതൊക്കെ ഒന്ന് മറച്ചു പിടിക്കാനുള്ളതാണ്. അല്ല, സ്വർണ്ണം അതും വേറെ. ഇത് സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമമല്ലേ? നമുക്ക് സാമാന്യഗതിയിൽ തന്നെ ചിന്തിച്ചു, ഒരു രാഷ്ട്രീയ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ഒരു സ്ത്രീ പീഡന കേസ് മാത്രമാണോ, ബലാത്സംഗ കേസ് മാത്രമാണോ? ഓരോ ദിവസവും കേസ് വന്നുകൊണ്ടിരിക്കില്ലേ? എന്തൊക്കെ വൃത്തികെട്ട കേസുകളാണെന്ന്. ഇതൊരു സാധാരണ ഒരാൾ ചെയ്യാൻ പറ്റുന്നതാണോ? ഇവരാണോ ഈ കേരളത്തിൻ്റെ മാതൃക? ഇവർ കോൺഗ്രസിന് കൊടുക്കുന്ന സന്ദേശം ഇതാണോ? അതിന് കൂട്ടുകൂടുക. ഇപ്പോൾ കുറേ നേതാക്കൾ അതിനോടൊപ്പം കൂടിയില്ലേ? നമ്മുടെ മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ, നല്ല കുട്ടി, ശ്ലാഘിച്ചില്ലേ? ഇതാണോ ചെയ്യേണ്ടത്? ഇതിപ്പോൾ രാവിലെ വന്നതാണോ? എത്ര കാലമായി ഈ പ്രശ്നം കോൺഗ്രസിൻ്റെ മുമ്പിൽ? അല്ല, അദ്ദേഹത്തെ പുറത്താക്കിയത് വഴി ആ ചാപ്റ്റർ ക്ലോസ്ഡായി എന്ന് കോൺഗ്രസ് പറയുന്നു. ഒപ്പം ധാർമ്മികതയുടെ ഗ്രൗണ്ടിൽ ഇതാ ഞങ്ങൾ CPM-ന് മുകളിലെത്തിയിരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്ന പ്രശ്നം, ഈ ധാർമ്മികത 2 കൊല്ലം 3 കൊല്ലം മുമ്പ് നിങ്ങൾക്കുണ്ടായോ? തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ എത്ര സ്ത്രീകൾ, ഇതാ ഇന്നലെ അവരുടെ സാംസ്കാരിക സമിതിയുടെ വനിതാ നേതാവ് പറഞ്ഞിട്ടുള്ള സ്ത്രീ കോൺഗ്രസ്സാണ്. അവർ പറഞ്ഞിട്ടാ, ഞങ്ങൾ പോയി പറഞ്ഞു, കാല് പിടിച്ച് പറഞ്ഞു, വൃത്തികെട്ടവനാണ്, സ്ത്രീ പീഡനാണ്, ബലാത്സംഗമാണ് തൊഴിൽ, സ്ത്രീകൾക്ക് അടുത്തു പോകാൻ പറ്റില്ല. ഇതെല്ലാം ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിച്ചു. ഒന്നും ചെവിക്കൊണ്ടില്ല, അതിനെല്ലാം കൂട്ടുനിന്നു. ഇതിപ്പോഴൊരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുമ്പ് ഞങ്ങൾ പോയി പറഞ്ഞു, ഒന്നും കേട്ടില്ല, പരാതി കൊടുത്തു, ഒന്നും ചെയ്തില്ല. അവസാനം കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സഹികെട്ട സ്ത്രീ വനിത, അവരാണ് പരാതിയുമായി പോയത്. ആ സ്ത്രീക്ക് നേരെ സൈബർ ആക്രമണമല്ലേ? ഈ പരാതി പറഞ്ഞ സ്ത്രീയുടെ വീട്ടിലേക്ക് ഗുണ്ടകളെ അയച്ചില്ലേ? അതാണോ കോൺഗ്രസ്? റിനി ജോർജിൻ്റെ വീട്ടിലേക്ക് പിന്നെ ഗുണ്ടകളെ അയച്ചില്ലേ? അവരെ വീടിന് മുമ്പിൽ ചെന്ന് കൊലവിളി നടത്തുകയാണ്. എവിടെ എത്തി കോൺഗ്രസ് പാർട്ടി? ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ രക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ലൈംഗിക ക്രിമിനൽ, ഒരു രാഷ്ട്രീയ നേതാവ് പോട്ടെ, ഒരാളും ചെയ്യാൻ പാടില്ലാത്ത ക്രിമിനലിസം, ലൈംഗിക ക്രിമിനൽ, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? ഇത്തരം നടപടികളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അത് പറയുന്നവർക്ക് നേരെ സൈബർ ആക്രമണം, സ്ത്രീകളെ അവമാനിക്കുക. അതിൻ്റെ പേരിൽ ഒരാളിപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. സ്ത്രീകളെ ആക്രമിക്കുക സംഘടിതമായിട്ട്. എന്നാൽ പിന്നെ അതുകൊണ്ട് തീരുമല്ലോ. ഈ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ, അവർ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ചിലപ്പോൾ കാര്യങ്ങൾ പറയുന്നു. അവരെ സൈബർ ആക്രമണം നടത്തി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണോ കോൺഗ്രസ് സംസ്കാരം? ശരിയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വേറെയാണ്. പക്ഷേ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ പത്മകുമാറും വാസുവും കസ്റ്റഡിയിലാണുള്ളത്, ജയിലിലാണുള്ളത്. എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദ്യം സംരക്ഷിക്കുകയല്ലേ പാർട്ടി? ഒരു ആളെയും ഇതുവരെ പാർട്ടി സംരക്ഷിച്ചിട്ടില്ല, ഗവൺമെൻറ് സംരക്ഷിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുമ്പോൾ അതെടുത്തിരുന്നു എന്തിനാത്? എന്താ അതിൻ്റെ ലക്ഷ്യം? ഇതിനെ സംരക്ഷിക്കാനാണ്. ഈ ലൈംഗിക ക്രിമിനലിനെ സംരക്ഷിക്കാൻ, ലൈംഗിക വൈകൃതം പുറത്തു വരാതിരിക്കാൻ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളുടെ മക്കളെപ്പോലും തകർത്തല്ലേ? അത് മറച്ചു പിടിക്കാനല്ലേ ഇത്? ഒരു വിഷയമുണ്ടാകുമ്പോൾ നിങ്ങളത് ചർച്ച ചെയ്തോളൂ. അതിൻ്റെ പേരുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞോളൂ. നേരത്തെ പറഞ്ഞു, അതിനനുസരിച്ച് നടപടി വന്നു. എല്ലാ നടപടികളും കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലെന്തെങ്കിലും ഈ ഗവൺമെൻറ്റോ പാർട്ടിയോ തെറ്റ് ചെയ്തോ? കൃത്യമായ അന്വേഷണവും നടപടികളുമായി പോവുകയല്ലേ? ആ നടപടികളുമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു സംഭവം വന്നപ്പോൾ ഉടനടി അതെടുത്തിട്ടടിക്കുക. എന്താ ലക്ഷ്യം? ഇത് മറച്ചു പിടിക്കാനാണ്. ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകന്മാരെ, ബലാത്സംഗം ചെയ്യുന്ന ലൈംഗിക ക്രിമിനലുകളെ, ഇവിടെ പണ്ടൊരു പാലക്കാട് ഒരു ചാമി ഉണ്ടായിരുന്നില്ല, ഗോവിന്ദചാമി, എത്ര ഭീകരമായി വികൃതമായിരുന്നു. അതിന് സമാനമായ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും ചോദിക്കാനും പറയാനും ആളില്ലാത്ത നാടായോ
കോൺഗ്രസ് കേരളം എന്നാണ് ധരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ആദ്യം അവരുടെ തെറ്റായ നടപടികൾ തിരുത്തണം. ഈ രാഹുൽ 10-11 ദിവസമായി എവിടെയാണെന്ന് അറിയില്ല, കർണാടകയിൽ എവിടെ ഒളിവിലാണെന്ന് പറയുന്നു. അപ്പോൾ രാഹുലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെ അറിഞ്ഞ് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണെന്ന് പറയുന്നു. എങ്ങനെയാണ് അതിന്? അത് കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ അവരുടെ സംരക്ഷണത്തിലാണ്, കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ സംരക്ഷണത്തിലാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തകളും വസ്തുതകളുമൊക്കെ കേട്ട് ഞാൻ എത്തിച്ചേരുന്ന നിഗമനം അതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. നടപടിയെടുത്തു, വേറെന്താ അവർക്ക് മുഖം രക്ഷിക്കാൻ വഴി? അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കളെ പുറത്തിറങ്ങാൻ കോൺഗ്രസ് വനിതകൾ സമ്മതിക്കുമോ? ഈ KPCC അധ്യക്ഷനെ പുറത്തിറങ്ങാൻ കോൺഗ്രസ് വനിതകൾ സമ്മതിക്കുമോ? അവർ പിടിച്ചു വെക്കും തെരുവിൽ. കാരണം അവർ അത്രമാത്രം കോൺഗ്രസ് വനിതകൾ അസഹിഷ്ണുതരാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ ശുദ്ധം എന്ന് വരുത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിയിൽ സംരക്ഷണമല്ലേ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിനും ഗുണം ചെയ്യുന്നതല്ല. ഇതെല്ലാം തിരുത്തിപ്പോകണം, തെറ്റായ നിലപാടുകൾ തിരുത്തണം. പറ്റിയ തെറ്റ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളിങ്ങനെ ചെയ്തു പോയി, അബദ്ധമായി പോയി, നേരത്തെ നടപടി എടുക്കേണ്ടതായിരുന്നു, ഇവൻ ഇങ്ങനെയുള്ള ഒരുത്തനാണെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ഞങ്ങൾ നടപടി എടുക്കാതിരുന്നു, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമായി പോയി എന്ന് പൊതുസമൂഹത്തോട് പറയൂ. അതിനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. ശരി, അപ്പോൾ ഇപ്പോൾ പുറത്താക്കിയാലും ഭാവിയിൽ രാഹുലിന്റെ തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ടോ? അതൊന്നും ഞങ്ങളെ കാര്യമല്ലല്ലോ. ഇത് കോൺഗ്രസ് ആകെ ഇങ്ങനെ ആകണമെന്ന് അവർ തീരുമാനിച്ചാൽ അങ്ങനെയാവും. ഞങ്ങളുടെ കാര്യമല്ല ഒന്നും. ഞങ്ങളിന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനോടുള്ള ഞങ്ങളുടെ സമീപനം ഞങ്ങൾ വ്യക്തമാക്കുന്നു. കേരള സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുത്. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.